നമസ്തേ. ഒരു വാർത്താ പകൽ അരമണിക്കൂറിൽ നോക്കാം. ടോപ്പ് 7 at 7. ഓഫീസ് കെട്ടിട വിവാദത്തിൽ VK പ്രശാന്ത് MLA-യുടെ കള്ളക്കളി പൊളിച്ചടുക്കി കൗൺസിലർ R. ശ്രീലേഖ. കൗൺസിലറുടെ മുറിയിലെ ഫയലുകളും അലമാരയും സൂക്ഷിച്ചിരിക്കുന്നത് ശുചിമുറിയിലാണ്. ഓഫീസ് മാറിത്തരുമോ എന്ന് MLA-യോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും ശ്രീലേഖ പറഞ്ഞു. MLA-യുടെ ഓഫീസ് സംബന്ധിച്ച വാടക അടിയന്തരമായി പരിശോധിക്കുമെന്ന് മേയർ VV രാജേഷും വ്യക്തമാക്കി. ശാസ്തമംഗലത്തെ MLA-യുടെ ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലറായ ശ്രീലേഖ ആവശ്യപ്പെട്ടു എന്ന VK പ്രശാന്തിന്റെ കള്ളി പൊളിച്ചടുക്കി R. ശ്രീലേഖ. കൗൺസിലറിന്റെ ഓഫീസ് മുറിയുടെ പരിമിതികളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് VK പ്രശാന്തിന് കൗൺസിലർ മറുപടി നൽകിയത്. ഇടുങ്ങിയ മുറിയിൽ സൗകര്യങ്ങളില്ലാത്തതിനാൽ ഫയലുകൾ അടങ്ങിയ സ്റ്റാൻഡും അലമാരയും സൂക്ഷിച്ചിരിക്കുന്നത് ശുചിമുറിയിലാണ്. സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ ഓഫീസ് മാറുമോ എന്ന വർഷങ്ങളായി സൗഹൃദബന്ധം നിലനിൽക്കുന്ന VK പ്രശാന്തിനോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് R. ശ്രീലേഖ പറഞ്ഞു. അപ്പം ഇദ്ദേഹം ശ്രീ VK പ്രശാന്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കിരിക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. ഫോണിലൂടെ സംസാരിച്ച കാര്യം റെക്കോർഡ് ചെയ്ത MLA സംഭാഷണം പുറത്തുവിടണമെന്നും ശ്രീലേഖ ആവശ്യപ്പെട്ടു. പക്ഷേ എൻ്റെ അറിവിൽ പ്രശാന്തിൻ്റെ ഫോണിൽ കോൾ റെക്കോർഡ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. എൻ്റെ യാചനാ സ്വരവും പ്രശാന്ത് ഇങ്ങോട്ട് സംസാരിച്ച സ്വരവും നിങ്ങൾക്ക് തന്നെ നേരിട്ട് കേൾക്കാം. അത് അദ്ദേഹം ഒന്ന് പറയട്ടെ, കാണിക്കട്ടെ, കേൾപ്പിക്കട്ടെ. അതുകൊണ്ട് അത് മുഴുവൻ ഓഡിയോ റെക്കോർഡിംഗ് നിങ്ങൾ കേൾക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. തുടർന്ന് VK പ്രശാന്തിന്റെ ഓഫീസിലെത്തി നേരിട്ട് സംസാരിച്ചതിനു ശേഷമാണ് R. ശ്രീലേഖ മടങ്ങിയത്. അതേസമയം VK പ്രശാന്തിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ശാസ്തമംഗലം മുൻ കൗൺസിലർ S. മധുസൂദനനും രംഗത്തെത്തി. തീർച്ചയായും ഒരു വാസ്തവമില്ല. കാരണം മാഡം ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഞാൻ അതുകൊണ്ട് മാഡത്തിൻ്റെ ഹസ്ബൻഡ് അടുത്തിരിക്കുകയല്ലേ. അത് പ്രശാന്ത് തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞു. വേണമെങ്കിൽ അത് പരിശോധിച്ച് നോക്കാമല്ലോ. മാഡം അങ്ങനെ ഒരു അസഭ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒരു ആജ്ഞാരൂപത്തിലോ മാഡം പറഞ്ഞിട്ടില്ല. മാഡം റിക്വസ്റ്റ് ചെയ്തു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ തുച്ഛമായ വാടകയ്ക്കാണ് MLA-യുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. വാടക നൽകുന്നതിന്റെ വിവരങ്ങൾ MLA തന്നെ പുറത്തുവിട്ടെങ്കിലും വാടക രേഖകൾ VK പ്രശാന്തിന്റെ പക്കലില്ല. പ്രതിമാസം 872 രൂപയാണ് കോർപ്പറേഷന് വാടക തുകയായി അടയ്ക്കുന്നത്. നഗരഹൃദയത്തിലുള്ള കെട്ടിടത്തിന്റെ തുച്ഛമായ വാടകയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. MLA ഓഫീസിന്റെ വാടക സംബന്ധിച്ച കാര്യത്തിൽ അടിയന്തരമായി രേഖകൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ VV രാജേഷ് പറഞ്ഞു. ആ ഒരു സൗഹൃദ വച്ചിട്ട് എൻ്റെ ഓഫീസ് കുറച്ച് സ്പേസ് കുറവാണ്, താങ്കൾ എപ്പോഴെങ്കിലും ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ആലോചിച്ചിട്ട് സമയമെടുത്ത് മാറുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന് ഇന്ന് ഫോണിൽ ചോദിച്ചു. ഫോൺ കോളിൽ അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അല്ല, അത് പരിശോധിക്കണം. എനിക്കത് ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും കാണാതെ ഏത് പീരീഡിൽ കൊടുത്തതാണ്, അതിൽ എത്ര കാലത്തേക്ക് വാടക അടച്ചിട്ടുണ്ട്, എത്ര രൂപ, ഇത് ഒരു രേഖകൾ പരിശോധിച്ചിട്ട് ഞാൻ 832 പറയുന്നതല്ല, കേട്ടറിവ് വെച്ച് പറയുന്നതാണ്. നാളെ വർക്കിംഗ് ഡേ ആയതിനു ശേഷം സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് രേഖകളൊക്കെ പരിശോധിച്ച് ആധികാരികമായിട്ട് പറയാം. വർഷങ്ങളായി കൗൺസിലർക്ക് അനുവദിച്ച മുറിക്കൊപ്പം വാടക രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന MLA-ക്ക് നഗരസഭാ കൗൺസിലിൽ നിന്ന് പ്രതികൂല തീരുമാനമുണ്ടായാൽ ഒഴിയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനം, തിരുവനന്തപുരം. രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത്. മറ്റത്തൂരിലെ രാഷ്ട്രീയ മാറ്റത്തിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കി നടപടി നേരിട്ട DCC ജനറൽ സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ. DCC പ്രസിഡന്റ് പറയുന്നത് പച്ച നുണയെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ. ഭരണം പിടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് BJP പിന്തുണയോടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവിയിലെത്തിയ ജനപ്രതിനിധികളും മറ്റ് നേതാക്കളും വിമർശിച്ചു. കോൺഗ്രസ് വിമതനെ CPM വിലക്കെടുത്തെന്നാണ് ആരോപണം. ആ വാക്കുകൾ കേൾക്കാം. നിങ്ങൾക്കറിയാം കൃത്യമായി KPCC എങ്ങനെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള മാനദണ്ഡമെന്ന്. വാർഡ് കമ്മിറ്റികൾ ഏകകണ്ഠമായി ശുപാർശ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അംഗീകരിക്കണമെന്നും
അല്ലാത്തത് മണ്ഡലം കോർ കമ്മിറ്റികളോ നിയോജക മണ്ഡലം കോർ കമ്മിറ്റികളോ ചർച്ച ചെയ്ത് ഏകകണ്ഠമല്ല എങ്കിൽ ജില്ലാ കമ്മിറ്റിക്ക് വിടണമെന്നുമാണ്. ഈ KR ഔസേപ്പും ടെസ്സി ജോസും വാർഡുകളിൽ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. സ്വാഭാവികമായും അവർ പ്രചരണം തുടങ്ങി. ആ പ്രചരണം തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇതിലിരിക്കുന്ന പല ചാനലുകൾക്ക് അറിയാമല്ലോ, മാധ്യമങ്ങൾക്ക് അറിയാമല്ലോ, DCC ഓഫീസിൽ ആരൊക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും അവർക്ക് 3 ആളുകൾക്ക് കൈപ്പത്തി ചിഹ്നം അനുവദിച്ചുവെന്നും. ഒരിക്കലും DCCക്ക് അങ്ങനെ 3 പേർക്ക് മാത്രമായിട്ട് 24 വാർഡുകളിലുള്ള സ്ഥലത്ത് 3 പേർക്ക് മാത്രമായി ചിഹ്നം അനുവദിക്കാൻ പാടില്ല എന്നുള്ള സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയില്ലേ. ബാക്കിയുള്ള 21 ചിഹ്നങ്ങളും മണ്ഡലം പ്രസിഡന്റ് കയ്യിലാണ് ഏൽപ്പിച്ചത്. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റി അല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. ഈ 3 പേർക്ക് ചിഹ്നം കൊടുത്തതിന് ശേഷം DCC പ്രസിഡന്റ് എന്നെ നേരിട്ട് വിളിച്ച് ജില്ലാ കോർ കമ്മിറ്റിയിലേക്ക് ക്ഷണിച്ചു. ഞാനതിൽ അംഗമല്ല. ആ ജില്ലാ കോർ കമ്മിറ്റിയിൽ O. അബ്ദുറഹ്മാൻ കുട്ടി, KB ശശികുമാർ തുടങ്ങിയ MP വിൻസെൻ്റ് എന്നീ 3 KPCC ജനറൽ സെക്രട്ടറിമാരും DCC പ്രസിഡന്റും ഞാനും K. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മറ്റൊരു DCC ജനറൽ സെക്രട്ടറി അൽഹപ്പ നഗറിലുള്ള ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ DCC പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞത് ഈ 3 പേർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിഹ്നം കൊടുക്കേണ്ടി വന്നു. പക്ഷേ UDFിൻ്റെ സ്ഥാനാർത്ഥികളായി നിങ്ങൾ നിർദ്ദേശിച്ച് മണ്ഡലം കമ്മിറ്റി നിർദ്ദേശിച്ച് 3 പേർക്ക് മത്സരിക്കാൻ ഞങ്ങൾ അനുവാദം തന്നിരിക്കുന്നു. യാതൊരു നടപടിയും നിങ്ങളുടെ പേരിൽ എടുക്കില്ല. അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ നടപടി എടുക്കേണ്ടത് എന്നായിരുന്നു ഞങ്ങളുടെ പേരിൽ. സാനു K. സജീവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാനു, ഈ മറ്റത്തൂരിലെ ഈ രാഷ്ട്രീയ മാറ്റത്തെ ഇടത് വലത് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് BJP എന്തോ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ അവിടെ ചെയ്തു, അവിഹിതമായ ചില ഇടപെടലുകളൊക്കെ നടത്തിയതുകൊണ്ടാണ് അവിടെ BJP ഭരണത്തിലെത്തിയത് എന്നുള്ള ഒരു വാദഗതിയാണ് ഇടത് വലത് മാധ്യമങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രി അടക്കം ആ നിലപാട് മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ട്. വളരെ അവിടെ എന്താണ് കൃത്യമായി നടന്നത് എന്ന് പറയുകയാണ് ഭാരവാഹികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ DCC ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ. അവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്ത് വിശദീകരണമാണ് നൽകുന്നത്? നീലിമ, മറ്റത്തൂർ പഞ്ചായത്തിൽ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെയും അതേപോലെ തന്നെ KPCCയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചു അല്ലെങ്കിൽ എത്തിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് DCCയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച 8 മെമ്പർമാരും രാജിവെച്ചൊഴിയുകയാണ്. അതായത് സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മുമ്പ് രാജിവെച്ചൊഴിയുന്നു. അതിനുശേഷം സ്വതന്ത്രയായിട്ട്, അതായത് കോൺഗ്രസിന്റെ റിബലായിട്ട് മത്സരിച്ച് വിജയിച്ച ടെസ്സി ആണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം ആ വിവരം BJPനെ അറിയിക്കുകയും BJPയുടെ പിന്തുണ തേടുകയുമാണ് മറ്റത്തൂരിൽ ഇന്നലെ ഉണ്ടായത്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച മെമ്പർമാർക്കാണ് BJP ഇന്നലെ പിന്തുണ നൽകിയിട്ടുള്ളത്. ആ വിഷയമാണ് അത് വേറൊരു തലത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ആ രാജിവെച്ചിട്ടുള്ള മെമ്പർമാരും ഒപ്പം തന്നെ DCCയുടെ ജനറൽ സെക്രട്ടറി അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. DCCയുടെ ജനറൽ സെക്രട്ടറി കടുത്ത ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. TM ചന്ദ്രൻ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ ഇവയാണ്. ഈ മറ്റത്തൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് യാതൊരു ഇടപെടലും കോൺഗ്രസ് നേതൃത്വം നടത്തിയിട്ടില്ല. അതേപോലെ തന്നെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം കണ്ടെത്തിയ 3 സ്ഥാനാർത്ഥികൾ ഉള്ളപ്പോൾ അതിനു മേലേക്ക് DCC നേതൃത്വം 3 സ്ഥാനാർത്ഥികളെ കൈപ്പത്തി ചിഹ്നത്തിൽ കെട്ടിയിറക്കി എന്നാണ് TM ചന്ദ്രൻ മറ്റാരുമല്ല, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. DCC പ്രസിഡന്റിനെയും DCC നേതൃത്വത്തെയും TM ചന്ദ്രൻ പൂർണ്ണമായിട്ടും തള്ളുകയാണ് ഉണ്ടായത്. അതായത് DCC നേതൃത്വത്തിന്റെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെയും തെറ്റായ നിലപാടുകൾക്കെതിരെയാണ് ഇവർ ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ കുതിരക്കച്ചവടം നടത്തിയിട്ടുള്ളത്, പണം കൊടുത്ത ആളെ കൂടെ നിർത്തിയിട്ടുള്ളത് CPM നേതൃത്വമാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി അടക്കം ഇടപെട്ടുകൊണ്ട് ഔസേപ്പ് എന്ന കോൺഗ്രസ് പാനലിൽ ജയിച്ച ആളെ വിലക്കെടുത്ത് ഭരണം നേടാൻ നോക്കി എന്നുള്ള ഗുരുതര ആരോപണവും TM ചന്ദ്രൻ അടക്കമുള്ളവർ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ട്. ഓക്കെ സാനു, അതാണ് മറ്റത്തൂരിൽ കണ്ടത്. മറ്റത്തൂരുമായി ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ റിയാക്ഷൻ കൂടി ഉണ്ട് നമ്മുടെ പക്കൽ. തൃശൂർ മറ്റത്തൂരിൽ BJP പിന്തുണ നൽകിയത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്നവർക്കെന്ന് എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ്. 25 വർഷത്തെ CPMന്റെ കുത്തക ഭരണം അവസാനിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. ആരെയും BJPയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും കോൺഗ്രസിനും CPMനും എതിരായ പോരാട്ടം തുടരുമെന്നും A. നാഗേഷ് തൃശൂരിൽ പറഞ്ഞു. CPMന്റെ ദുർഭരണത്തിനെതിരായി ഭാരതീയ ജനതാ പാർട്ടി സമരത്തിലാണ്. അതിൻ്റെ കൃത്യമായ
വകവീട്ടൽ എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. എന്തായാലും CPM-നോ കോൺഗ്രസിനോ അനുകൂലമായ ഒരു നിലപാടും ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടില്ല. സ്വതന്ത്ര അംഗത്തിനെ പിന്തുണച്ചു. യാതൊരു സ്ഥാനമാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി വടകരയിലേക്കാണ് ഒന്ന് പോകേണ്ടത്. കോഴിക്കോട് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ UDF-ന് വോട്ട് മാറി ചെയ്തതിന്റെ പേരിൽ RJD അംഗം രജനിയുടെ വീടിന് നേരെ LDF ആക്രമണം. തലനാരിഴയ്ക്കാണ് വനിതാ അംഗം രക്ഷപ്പെട്ടത്. രജനിയുടെ വോട്ട് മാറിയത് കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, ബോംബടക്കം വെച്ചുകൊണ്ട് രജനിയെ ആക്രമിക്കാനായിരുന്നു LDF-ന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. എന്താണ് വിവരങ്ങൾ? വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ UDF-ന് വോട്ട് മാറി ചെയ്തതിന്റെ പേരിൽ RJD അംഗം രജനിയുടെ വീടിന് നേരെ LDF-ന്റെ ആക്രമണം ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്കാണ് വനിതാ അംഗം രക്ഷപ്പെട്ടത്. ഭരണം നഷ്ടപ്പെട്ടതിന്റെ വലിയ പക രജനിയോട് തീർക്കാനാണ് LDF ലക്ഷ്യമിട്ടത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. D മണി തിരുവനന്തപുരത്ത് എത്തിയതായി പ്രത്യേക അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. മണി പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിച്ചെന്നാണ് സൂചന. മണിയെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. വിഗ്രഹങ്ങൾ കടത്തിയ D മണി മുൻപ് തിരുവനന്തപുരത്ത് എത്തിയതായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കുകയും നിരവധി പേരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തുവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. മണിയുടെ ഇടപാടുകളിൽ ദുരൂഹതയുള്ളതായും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മണി ഉപയോഗിക്കുന്ന 3 സിം കാർഡുകളും മറ്റു പലരുടെയും പേരിലാണ്. സ്വന്തം പേരിൽ ഒരു സിം കാർഡ് പോലും ഇല്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി മണിയെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ തമിഴ്നാട് പോലീസിൽ അന്വേഷണ സംഘത്തിന് വിശ്വാസമില്ല. അതിനാൽ ഡിണ്ടിക്കിൽ വെച്ച് ചോദ്യം ചെയ്യാനാവില്ല. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യാനാണ് നീക്കം. മണിയുടെ അന്താരാഷ്ട്ര ഇടപാടുകൾ കണ്ടെത്തുന്നതിനായി ബാങ്ക് രേഖകളടക്കം പരിശോധിക്കുവാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ കഴിയുന്ന സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ബെല്ലാരി ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായും കൂടുതൽ ചോദ്യം ചെയ്യലിനുമായിട്ടാണ് ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുന്നത്. ജനം, തിരുവനന്തപുരം. ശബരിമലയിലെ പരമ്പരാഗത അവകാശികളായ മലയരയ സമൂഹത്തിന്റെ കാനനയാത്ര വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ തടഞ്ഞതായി പരാതി. കരിമല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പരമ്പരാഗത പൂജാവിധികൾ തടഞ്ഞെന്നും മലയരയ സമൂഹത്തെ ആക്ഷേപിച്ചെന്നുമാണ് പരാതി. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ദേശീയ പട്ടികവർഗ കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. മുരുകുമയിൽ ശ്രീ ശബരി കോളേജിൽ നിന്ന് പുറപ്പെട്ട 50-അംഗ സംഘം കോരുത്തോട് മുക്കുഴി പുതുശ്ശേരി വഴി 25 കിലോമീറ്റർ കാൽനടയായി സന്നിധാനത്തേക്ക് സഞ്ചരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. തലമുറകളായി പരമ്പരാഗത പൂജാവിധികളോടെ മല കയറി സന്നിധാനത്തെത്തുകയാണ് ഇവരുടെ രീതി. കരിമലയിലുള്ള മല അരയ സമൂഹത്തിന്റെ പൂർവികർ നിർമ്മിച്ച ചതുരക്കിണറിൽ പൂജകൾ നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ കരിമല ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എത്തി തടഞ്ഞ ജാതീയമായ അധിക്ഷേപം നടത്തിയെന്നാണ് മല അരയ മഹാസഭ ആരോപിക്കുന്നത്. മല അരയ സമൂഹത്തിന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ നേരത്തെ നൽകിയ അവകാശങ്ങളുടെ ലംഘനമാണ് നടന്നതെന്നും ആരോപണമുണ്ട്. നൂറ്റാണ്ടുകളായി ഈ മലയരയ സമൂഹവും ആചരിച്ചു വരുന്ന രീതി അതാണ്. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ 41 ദിവസത്തെ വ്രതമെടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് പൂജകളെല്ലാം കഴിച്ചു പോകുന്നത്. ഈ കാനനപാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ടയായ 18 മലകൾക്ക് 18 കോട്ട, ആ 18 പടികളാണ് ഇവിടെ അയ്യപ്പസ്വാമിക്ക് നമുക്ക് മുന്നിൽ പടികളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പടിയിട്ടിട്ടുള്ള കരിമല അരയൻ സ്വാമിയുടെ കോട്ടയായ കരിമലക്കോട്ടയിൽ വെച്ച് ഞങ്ങളുടെ ഗോത്രാചാരപരമായിട്ടുള്ള അവകാശങ്ങൾക്ക് വലിയ തടസ്സമാണ്, ലംഘനമാണ് അവിടുത്തെ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് എന്ന് പറയുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് മല അരയ മഹാസഭയുടെ ആത്മീയ സംഘടന ശ്രീ അയ്യപ്പ ധർമ്മ സംഘം ദേശീയ പട്ടികവർഗ കമ്മീഷനും മുഖ്യമന്ത്രി, വനംവകുപ്പ് മന്ത്രി എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ജനം, സന്നിധാനം. ആലപ്പുഴയിൽ ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പനയ്ക്ക് നിരോധനം.
ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി നടപടി പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് എതിർപ്പുമായി ഹോട്ടൽ ഉടമകൾ രംഗത്തെത്തി മറ്റന്നാൾ മുതൽ ഹോട്ടലുകൾ അടച്ചിടും. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച 10 കിലോമീറ്റർ ചുറ്റളവിൽ കോഴിയിറച്ചി വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് മുതൽ പുതുവത്സരം വരെ ആഘോഷവേളയിലാണ് ഏറ്റവും അധികം ചിക്കൻ വിൽപ്പനയൊക്കെ നടക്കുന്നത്. കർഷകരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനമാണ്. ഒപ്പം ഹോട്ടൽ ഉടമകളെയും അത് ഗുരുതരമായി ബാധിക്കുമെന്ന സ്ഥിതിയാണ് നിലവിൽ ഉള്ളത്. അതിമനോഹരമായ ക്രിസ്മസ് കാഴ്ചകളിലേക്കാണ് ഇനി. കോഴിക്കോട് ബീച്ചിനെ മനോഹരമാക്കി അതിരൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നതാലിസ് മഹാക്രിസ്മസ് ഘോഷയാത്ര നീങ്ങുകയാണ്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം നൽകുന്ന ഘോഷയാത്രയാണ് കോഴിക്കോട് ബീച്ചിലൂടെ കടന്നുപോകുന്നത്. തത്സമയ വിവരങ്ങളുമായി രമ്യദാസ് ചേരുന്നുണ്ട്. രമ്യ, ഒരുപക്ഷെ കോഴിക്കോടിന് അത്യപൂർവമായി സംഭവിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് അവിടുത്തെ ആഘോഷ പരിപാടികൾ? നീലിമ, ഏകദേശം ഇന്ന് 4 മണിയോട് കൂടിയാണ് കോഴിക്കോട് സെൻറ് ജോസഫ് പള്ളിയിൽ നിന്നും ഈ ഘോഷയാത്ര ആരംഭിച്ചത്. ഇപ്പോൾ കോഴിക്കോടിൻ്റെ നഗരവീഥികളിലൂടെ എല്ലാം കടന്നുപോയി ബീച്ചിനെയും ഇതേപോലെ നയനമനോഹരമാക്കിക്കൊണ്ട് ഈ ഘോഷയാത്ര ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഏകദേശം സമാപനത്തോട് അടുക്കുകയാണ്. സമാപനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കോഴിക്കോട് നഗരത്തെ മുഴുവനായി തന്നെ ഇത് ആഘോഷങ്ങൾ ഇതാ ഇവരുടെ ഏറ്റവും വലിയ സന്തോഷമാണ് നെല്ലിമായി തന്നെയാണ്. വളരെ ആഘോഷപൂർവമായ ഒരു ഘോഷയാത്രയായിരുന്നു. അതിൻ്റെ സന്തോഷമാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തവരെല്ലാം നമ്മോട് പങ്കുവയ്ക്കുന്നത്. കാരണം നേരത്തെ ഞാൻ ഈ ഘോഷയാത്ര തുടങ്ങുമ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു, കോഴിക്കോട് നഗരത്തെ മുഴുവനായും ചുവപ്പണിയിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയായിരുന്നു. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും ഡ്രസ്സും എല്ലാം ഇട്ട് ആയിരക്കണക്കിന് ക്രിസ്മസ് അപ്പൂപ്പന്മാരാണ് ഈ ഘോഷയാത്ര, പാപ്പന്മാരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഘോഷയാത്ര ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ ഏകദേശം സമാപനത്തോട് അടുക്കുകയാണ്. ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തവരെല്ലാം ബീച്ചിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പാട്ടും നൃത്തവും എല്ലാമായി ഒട്ടനവധി പേരാണ് ഇത്തരത്തിൽ ഈ ഘോഷയാത്രയിൽ ഇന്ന് പങ്കെടുത്തത്. വളരെ മനോഹരമായിട്ടായിരുന്നു ഇത്തരത്തിൽ ഒരു കാഴ്ച. അതിന്റെ ദൃശ്യങ്ങളാണ് നീലിമ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയി വരാം രമ്യ. കോഴിക്കോട് ബീച്ചിനെ മനോഹരമാക്കി കടന്നുപോകുകയാണ് അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫെലിക്സ് നതാലിസ് മഹാക്രിസ്മസ് ഘോഷയാത്ര. കോഴിക്കോടിനെ സംബന്ധിച്ച് ഒരു പുതിയ അനുഭവമാണ് ഈ ദൃശ്യചാരുത നൽകുന്നത്. 4 മണിയോടെയാണ് ഈ ഘോഷയാത്രയുടെ തുടക്കം ഉണ്ടായത്. ഫ്രീഡം സ്ക്വയറിലാണ് ഈ ഘോഷയാത്രയുടെ സമാപനം നടക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുക്കുന്ന സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്ദേശം നൽകുന്ന ഘോഷയാത്രയാണ് കോഴിക്കോട് ബീച്ചിലൂടെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് രമ്യദാസ് നൽകിയത്. ഓരോ ഭാരതീയനും അഭിമാനം നൽകുന്ന വർഷമാണ് കടന്നുപോയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരമ്പരയായ മൻ കി ബാത്തിന്റെ 129 ഭാഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർത്താൻ കഴിഞ്ഞത് ഓരോ ഭാരതീയന്റെയും അഭിമാന നിമിഷമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. ദേശസുരക്ഷ മുതൽ കായിക മേഖല വരെ പോയ വർഷത്തിൽ ഭാരതം നേടിയ മുന്നേറ്റങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എണ്ണി എണ്ണി പറഞ്ഞത്. ദേശസുരക്ഷയിൽ ഭാരതം വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് ലോകരാജ്യങ്ങൾ കണ്ട വർഷമാണ് കടന്നുപോയത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പതാക ഉയർന്നപ്പോൾ ഓരോ ഭാരതീയനും അത് അഭിമാനത്തിന്റെ നിമിഷമായി മാറി. अयोध्या में राम मंदिर पर ध्वजारोहण के कार्यक्रम ने
हर भारतीय को गर्व से भर दिया। വന്ദേമാതരത്തിന്റെ 150-ാം വർഷത്തിൽ ഓരോ ഭാരതീയരും പങ്കാളികളായി. തമിഴ് ഭാഷയുടെ പ്രാധാന്യത്തെപ്പറ്റിയും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വിവരിച്ചു. ലോകത്തിലെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ ഭാഷയാണ് തമിഴെന്നും ഭാരതത്തിലും വിദേശത്തിലും തമിഴ് ഭാഷ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി. साथियों, तमिल भाषा दुनिया की सबसे प्राचीन भाषा है। तमिल साहित्य भी अत्यंत समृद्ध है। मैंने मन की बात में काशी तमिल संगमम में भाग लेने का आग्रह किया था। मुझे खुशी है कि आज देश के दूसरे हिस्सों में भी बच्चों और युवाओं के बीच तमिल भाषा को लेकर नया आकर्षण दिख रहा है। यही भाषा की ताकत है, यही भारत की एकता है। പോയ വർഷം ഭാരതത്തിൽ നടന്ന അഭിമാന നിമിഷങ്ങളും സർവ്വമേഖലയിലും നടന്ന മുന്നേറ്റങ്ങളും വരും വർഷത്തെ ശുഭപ്രതീക്ഷകളുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലെ 129-ാം ഭാഗത്തിൽ പങ്കുവച്ചത്. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസ് മതനിന്ദ നടത്തിയതിന് തെളിവില്ലെന്ന് റിപ്പോർട്ട്. പോലീസിന്റെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. ജോലിസ്ഥലത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോയ ദീപുവിനെ പൊതുജനങ്ങൾക്ക് കൈമാറുകയും പിന്നീട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട ദീപു ചന്ദ്രദാസ് മതനിന്ദ നടത്തിയിട്ടില്ലെന്നാണ് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അക്രമികൾ ദീപുവിനെ ജോലിസ്ഥലത്തു നിന്നും പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി പിന്നീട് ജനക്കൂട്ടത്തിന് വിട്ടുകൊടുത്തു. പുറത്തു കാത്തുനിന്ന ആളുകൾ യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. വടികൾ ഉപയോഗിച്ച് തളർന്നു വീഴും വരെ മർദ്ദനം. രക്തം വാർന്ന തറയിൽ കിടന്ന ദീപു ചന്ദ്രദാസിനെ 1 കിലോമീറ്റർ ദൂരം റോഡിലൂടെ വലിച്ചിഴച്ചു. മൃതദേഹം മരത്തിൽ കെട്ടിത്തൂക്കി പിന്നീട് തീ കൊളുത്തുകയും ചെയ്തു. മുസ്ലിം അക്രമകാരികൾ ദിബുവിനോട് ചെയ്ത ക്രൂരതകൾ ദൃക്സാക്ഷികൾ പോലീസിന് മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിക്രൂരമായാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ മുസ്ലിം അക്രമകാരികൾ ക്രൂരതകൾ നടത്തുന്നത്. സമാനമായ രീതിയിൽ 2 ദിവസം മുൻപ് ഒരു ഹിന്ദു യുവാവിനെ കൂടി ആൾക്കൂട്ടം തല്ലിക്കൊലപ്പെടുത്തിയിരുന്നു. ആഭ്യന്തര കലാപങ്ങളുടെ മറവിൽ ബംഗ്ലാദേശിൽ നടക്കുന്നത് ഹിന്ദു വംശഹത്യയാണെന്നുള്ള ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. ജനം, ഡൽഹി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. അല്പസമയത്തിനകം ജന ഡിബേറ്റിൽ രോഹിണി ചേരും. നമസ്തേ.